അപ്പോൾ വേണ്ടേ, ഞാനിന്ന് കുറച്ച് മാങ്ങയും കൂട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ, പഴുത്ത മാങ്ങ. അപ്പോൾ എന്താ ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ പഴുത്ത മാങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും പഴുത്ത മാങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ ചെത്തിപ്പൂളി അങ്ങ് കഴിച്ചു വന്നോ. ഒരാളിവിടെ പഴുത്ത മാങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ, ചെറുപഴം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ തിന്നാനായിട്ടാണോ അവൻ്റെ കുഞ്ഞ് നിൽക്കണേ? കണ്ടോ, മാങ്ങ വേണോ? കൊടുക്കാം. എന്തോ വേണം? അപ്പം മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് മാങ്ങ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ പഴുത്ത മാങ്ങയെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെത്തിപ്പൂളി കൊണ്ടുവരാം കേട്ടോ. എനിക്ക് ഇങ്ങനെ പിച്ചാത്തി വെച്ച് കയറ് വെച്ച് ചെയ്യാനേ അറിയത്തുള്ളൂ കേട്ടോ, കാരണം ഇല്ലെങ്കിൽ എൻ്റെ കൈ വെള്ളം മുറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണ്ട് ഈ രീതിയിൽ ചെത്തിയല്ലോ. മാങ്ങ നന്നായിട്ട് ചെത്തി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഈ രീതിയിൽ മാങ്ങയെ, അപ്പം ഞാൻ മാങ്ങയെ ആദ്യം ഒന്ന് പൂളി ഇടുകയാണേ. പൂളി ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ സൈഡിലെ പൂളൊക്കെ അങ്ങ് എടുക്കും. ഒന്ന് ശകലം പോലും കളയത്തില്ല കേട്ടോ. നമ്മൾ വാങ്ങുന്ന മാങ്ങയല്ലേ, എന്തിനാ വെറുതെ കളയണേ? അന്യായ വില കൊടുത്ത് വാങ്ങണം മാങ്ങയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കഷ്ണമാക്കുന്നുണ്ടോ ഇതിനാ? ഇവിടെ ഒരു കുഞ്ഞുവാവയുണ്ട് കേട്ടോ, എൻ്റെ ഒരു നെയ്ബർ കുഞ്ഞുവാവയാണ്. ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഓടി വരും. കുഞ്ഞുവാവ ഇങ്ങ് വന്നേ, ഇവിടെ ഒന്ന് വന്ന് നിന്നേ. കുഞ്ഞുവാവ ഇന്നാ വാവ, ഇങ്ങോട്ട് വന്ന് നിൽക്കോ. മോളെ ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് എത്തി നോക്കിയേ. ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് എത്തി. ഇവിടെ ഒരു കുഞ്ഞുവാവയുണ്ട് കേട്ടോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു കുഞ്ഞുവാവയാണേ. കണ്ടോ, ഒന്നും കഴിക്കില്ല. എന്തോ കുഞ്ഞു വീണോ? എവിടെ? മുട്ട് മുറിഞ്ഞോ? എന്താ വേണ്ടേ? എന്താ എൻ്റെ ജൂലി കൊച്ചിന് വേണ്ട? മാങ്ങ തിന്നുന്നുണ്ടോ? അത്ര ഇഷ്ടമാണ് മാങ്ങ എന്ന് പറയുമ്പോൾ. ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയോട്. അപ്പം ഞാൻ ഈ മാങ്ങ എല്ലാം ഇങ്ങനെ ചെത്തി എടുക്കാൻ പോവാണേ. എന്താ വേണ്ടേ? മാങ്ങ വേണോ? എന്താ വേണ്ടേ? അപ്പം ഞാൻ എല്ലാ മാങ്ങയും ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കുമോനെ. ഇവിടെ ഒരാൾ മാങ്ങ എടുത്ത് എൻ്റെ ജൂലിക്കുട്ടനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ രീതിയിൽ മാങ്ങയെ നമുക്ക് ചെത്തിയെടുക്കാം. അപ്പം എൻ്റെ ഈ ക്യാമറ കുറച്ച് മുമ്പോട്ട് വെച്ചാൽ മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. ആണോ? ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കുഞ്ഞുമാവയെ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. അപ്പം അടുത്ത മാങ്ങയും ഞാനിങ്ങനെ ചെത്തിയെടുക്കുക. അപ്പം അങ്ങനെ എല്ലാം ഞാനിപ്പോൾ ഓൾറെഡി 4 മാങ്ങ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ലോലിപോപ്പ് മുട്ടായി മാത്രല്ലേ കഴിക്കുള്ളൂ. പിന്നെ ബീഫൊന്നും ഇല്ലായിരുന്നു മക്കളെ. കണ്ടോ മാങ്ങ കഴിക്കണുണ്ടോ? അടുത്ത മാങ്ങയും അങ്ങനെ ഇട്ടു. എന്നിട്ട് ഈ രീതിയിൽ കേട്ടോ, ഈ രീതിയിൽ മാങ്ങാണ്ടിയെ ഞാൻ ഈ രീതിയിലാണ് ഇറക്കി എടുത്തേക്കണേ. എൻ്റെ കുഞ്ഞോക്ക, ഞങ്ങൾ ഈ കുഞ്ഞോ കാർട്ടൂൺ കാണാനാണ് ഇഷ്ടം കേട്ടോ. കാർട്ടൂൺ കാണാനാണ് ഇഷ്ടം. പല കാർട്ടൂൺ കാണും. ആ കാർട്ടൂൺ എന്തൊക്കെയാ കാണുന്നതെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇത്രയും കാർട്ടൂണാ കാണുന്നത് കേട്ടോ. ഞാനിത് 4ാമത്തെ മാങ്ങയും ചെത്തിപ്പൂളും കേട്ടോ. എന്താ വേണ്ടേ? കണ്ടോ ആ തിന്നുന്ന സ്റ്റൈൽ കണ്ടോ? ഞാനിവിടെ എൻ്റെ കൈ ഇവിടെ തുടയ്ക്കണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാങ്ങയിൽ തൊടുന്നില്ല. എല്ലാവരും ചിന്തിക്കുക കണ്ടോ, ആ ജൂലിക്ക് കൊടുത്തിട്ട് ആ കൈ കൊണ്ടില്ല. ഞാൻ പിന്നെ മാങ്ങയിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് മാങ്ങയിൽ തൊടുന്നില്ല, പിച്ചാത്തി മാത്രമേ തൊടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ചെത്തിയെടുത്തു.
അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അങ്ങോട്ടൊരു കാര്യം കാണിക്കാം. ഉണ്ടല്ലോ അവിടെ ഒരാളുണ്ട് ഫ്രിഡ്ജിൻ്റെ മേളിൽ കയറി മുട്ടായി കഴിക്കുക. കസരയുടെ മേളിൽ കയറിയിട്ട് മുട്ടായി എടുക്കുക. ഓൾറെഡി അദ്ദേഹത്തിന് വേണ്ടി നമ്മളിവിടെ മുട്ടായി ചോക്ലേറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ അതുകൊണ്ട് ഓടി വരും. ചോക്ലേറ്റ്, ലോലിപോപ്പ് ഒക്കെ ഇഷ്ടം. ഭക്ഷണമൊന്നും ഇഷ്ടമല്ല, ചോക്ലേറ്റ് ലോലിപോപ്പൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതേണ്ടേ അപ്പോൾ ഇതേണ്ടേ ഇതിനകത്തെ ഒരു ട്രിക്ക് കാണിച്ചു തരാവേ. മമ്മി പച്ചമുളക് എല്ലാം എടുത്തുണ്ടെന്നോ? അതാണ്ട് ഇതിനകത്ത് താണ്ടെ മുളകാണ്. ഒന്ന് കാണിച്ച് പച്ചമുളക്. എന്നാലും താഴ്ട്ട് കാണില്ല, എന്നാലും കാണത്തുള്ളൂ. അതാണ് കേട്ടോ ആ പച്ചമുളക്. കണ്ടോ, ഒരു പച്ചമുളക് ഈ മാങ്ങയ്ക്കകത്തേക്ക് അങ്ങ് ഞെവിടും. കണ്ടോ, ഇപ്പൊ മമ്മി എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഉള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് നന്നായിട്ട് അങ്ങ് ഞെവിടി എടുക്കും. നമ്മളിങ്ങനെ കഴിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത്. കണ്ടോ, ഇതാണ്ട് മമ്മി ഇതാണ്ട് ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും എന്താ പറയാ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെവിടത്തില്ല. ഇല്ലയോ? കൈ കൊണ്ട് കൈ കൊണ്ട് എങ്ങനെ കാണിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ എല്ലാത്തിനും ഉപ്പ് ഒന്ന് പിടിക്കാൻ വേണ്ടി ഞെവിടരുത് കേട്ടോ. ഞെവിടരുത്. ഞെവിടിയാ കൊള്ളത്തില്ല കേട്ടോ. ഞെവിടരുത്. ഈ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയേ ചെയ്യാവും. അതാണ്ട കണ്ടോ, ഇങ്ങനെ ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക. ഇവിടെ ഒരാള് പഴുത്തമാങ്ങയിലേക്ക് നോക്കിയിരിക്കുകയാണ്. എനിക്ക് പഴുത്തമാങ്ങ വേണം 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 എന്നുള്ള രീതിയിൽ കണ്ടോ പഴുത്തമാങ്ങയിലോട്ട് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ മമ്മി ഇപ്പൊ അതാ കൊടുത്തു മാങ്ങ. മാങ്ങ തിന്നു. തിന്നോ. പഴുത്ത മാങ്ങ, ചെറു ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണേ, ഭയങ്കര ഇഷ്ടം അതൊക്കെ കഴിക്കാൻ. അപ്പോൾ വേണ്ടേ ഈ രീതിയിലാക്കിയിട്ട് വേണ്ടേ ഇതിനെ നമ്മളിങ്ങനെ കോർക്കൊണ്ട് കുത്തിയിട്ടേ എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് പിന്നത്തെ ആ മുളകിൻ്റെ എരിവും ആ ചെറിയ ഉള്ളിയുടെ ഒരു ടേസ്റ്റും പിന്നെ ആ ലേശം ഉപ്പുപൊടിയും കൂടെ വരുമ്പോഴുള്ള ആ ഒരു രുചിയുണ്ടല്ലോ, അതായത് എന്തൊരു രുചിയാണെന്നറിയാമോ? കാരണം മുളക് ഉടച്ചത്, ഉള്ളി, ഉപ്പ് എല്ലാം കൂടെ ചേർന്നിട്ടതേ ഈ രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരു 10 മിനിറ്റ് ഇത് അടച്ചങ്ങ് വെച്ചിട്ട് വേണം പിന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കേട്ടോ, പഴുത്ത മാങ്ങ കിട്ടിയാൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഒരുമിച്ച് അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് കഴിക്കുക ചെയ്യുന്നത്. ഇങ്ങനത് കഴിക്കുമ്പോഴേ നമ്മൾ വയറിയാതെ അങ്ങ് കഴിച്ചു പോകും, പരിസരമൊക്കെ മറന്നിട്ട്. എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ആ ചുമന്നുള്ളിയില്ലേ അതുകൂടെ ഒക്കെ എടുത്ത് ചാക്കണം. ചെറിയ ഉള്ളിയാണ് ചുമന്നുള്ളി, ചെറിയ ഉള്ളിയാണ് ഞാൻ പറയാം, സവാളയല്ല കേട്ടോ. പിന്നെ മുളക് കണ്ടോ, എന്താ മുളകിനെ കണ്ടോ, മുളക് എന്താ മുളക് ആ മുളകും താണ്ടാണ്ട് ചുമന്നുള്ളി ഉണ്ടോ, ആ ചുമന്നുള്ളിയും എന്നിട്ട് ഞാനേ ഇതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു പോകും. മമ്മിക്കും മോക്കും കൊടുക്കണ്ടേ? കുഞ്ഞുമാമ വരുന്നോ ഇത് കഴിക്കാൻ? മാങ്ങ കഴിക്കാൻ വരുന്നോ? എടാ മുത്ത മാങ്ങ കഴിക്കാൻ വരുന്നോ? മാങ്ങ കഴിക്കാൻ വരുന്നോ? ആണോ? ഒന്നും കഴിക്കില്ല കേട്ടോ, മാങ്ങയായാലും ഒരു സാധനവും കഴിക്കില്ല. മുളക് വരട്ടിയപ്പോൾ പ്രശ്നമായി. എന്നാലും കഴിച്ചില്ല ജൂലിക്കൊച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ഞാനിത് ഇങ്ങനെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും.
കാരണം അത്ര രുചിയാണ് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എടുക്കുമ്പോൾ. അപ്പം എൻ്റെ വീട്ടിൽ വറ്റമാങ്ങ ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.